ട്രാപ്പ്. ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ഒരു സൈക്കോളജിക്കൽ ത്രില്ലറാണ് ഇത്. അപ്പം ഭയങ്കര രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്നു. അതായത് ഒരു സീരിയൽ കില്ലർ രക്ഷപ്പെടണമെന്ന് പ്രാർത്ഥിച്ച് കാണുന്ന സിനിമകൾ വളരെ ചുരുക്കമാണ്. ഇതിനകത്ത് അങ്ങനെയാണ്. ഈ ക്യാരക്ടർ കൂപ്പർ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ബേസിലാണ് സിനിമ നടക്കുന്നത്. അപ്പം ഈ ഒരു ക്യാരക്ടർ രക്ഷപ്പെടണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ സിനിമ കാണുന്നത്. ട്രാപ്പ് എന്നുള്ള പേര് പോലെ തന്നെയാണ് ഒരു കോൺസേർട്ടിൽ വെച്ചിട്ട് കൂപ്പർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബുച്ചർ എന്ന് പറയുന്ന ഒരു സീരിയൽ കില്ലറെ പിടിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. ആ ഒരു കൺസേർട്ടെ ഇതിനു വേണ്ടി പ്ലാൻ ചെയ്തെടുക്കുന്നത്. അപ്പം കൂപ്പറും മകൾ റൈലിയും കൂടെ ഈ ഒരു കൺസേർട്ടിന് പോകുന്നു. അപ്പോൾ ഈ കൺസേർട്ടിൽ വെച്ചിട്ട് നമുക്ക് കൂപ്പറിനെ കാണുമ്പോൾ മനസ്സിലാവും കൂപ്പറിന് എന്താ സംതിങ് മിസ്സിങ് ഉള്ളതെന്ന്. കൂപ്പറാണ് ബുച്ചർ എന്നുള്ള ഒരു സീരിയൽ കില്ലർ. അപ്പം ഇതിനകത്ത് പെട്ടുപോയി പുള്ളിക്ക് ഇതിനകത്ത് രക്ഷപ്പെടണം. അതായത് ഒരു ഭയങ്കര രീതിയിൽ ട്രാപ്പാക്കി വെച്ചിരിക്കുകയാണ് ആ ഒരു ഇതിനകത്ത്. ഇവർക്ക് അറിയാം എത്ര വയസ്സിലുള്ള ആളാണ്, എങ്ങനത്തെ ആളായിരിക്കും എന്നൊക്കെ അറിയാം. പക്ഷെ ആളുടെ ആ ഒരു ക്യാരക്ടർ സ്കെച്ച് മാത്രം ഇല്ലയെന്നേ ഉള്ളൂ. അങ്ങനെ കൂപ്പർ ഇതിനകത്തുനിന്ന്, പക്ഷേ മകൾക്കറിയില്ല ബുച്ചറാണെന്നുള്ള കാര്യം കൂപ്പർ. അപ്പം ഇതിനകത്തുനിന്ന് രക്ഷപ്പെടണം. ആ ഒരു കൺസേർട്ടിനകത്തുനിന്ന് പുള്ളി രക്ഷപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ട് പുള്ളി അതിലും വലിയ കുരുക്കിനകത്ത് പോകുന്നു. പുള്ളി എങ്ങനെയാണ് ഇവർ കണ്ടുപിടിക്കുന്നത്, ബുച്ചർ ഈ ഒരു കൺസേർട്ടിൽ വരുന്നുണ്ട് എന്നുള്ളതൊക്കെ ഇവരെങ്ങനെ അറിയുന്നു എന്നുള്ള സാധനങ്ങളെ പറ്റിയിട്ടൊക്കെ കുറേ സാധനങ്ങളുണ്ട്. അതൊരു വമ്പൻ ട്വിസ്റ്റ് ക്ലൈമാക്സിൽ വെച്ചിട്ടുണ്ട്. ഭയങ്കര രസകരമായിട്ട് പുള്ളി ഓരോ രീതിയിലും സെറ്റ് ചെയ്യാനായിട്ട് ട്രാപ്പ് ചെയ്ത് പിടിക്കാനായിട്ട് ശ്രമിക്കുന്നു. പുള്ളി അതിനകത്ത് രക്ഷപ്പെടുന്നു. ഭയങ്കര കൂളായിട്ട്, അതായത് ടെൻസ്ഡ് ആവുന്നില്ല ഒരു സീനിലും. കൂപ്പർ എന്ന് പറയുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ ബുച്ചർ എന്ന് പറയുന്ന ക്യാരക്ടർ പുള്ളിയെ ട്രാപ്പ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞാൽ പുള്ളി കൂളായിട്ട് നിന്നിട്ട് അവരെക്കാട്ടിൽ ഒരു സ്റ്റെപ്പ് മുന്നിൽ നിന്ന് പുള്ളി കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈവൻ ക്ലൈമാക്സ് സീനിൽ വരെ നമ്മൾ വിചാരിക്കും ഓക്കെ പിടിച്ചു, ഇനി രക്ഷയില്ല, പിടിച്ചു, ഇനിയിപ്പം കൊണ്ടുപോകും എന്നുള്ള ഈ സിനിമയിൽ ക്ലൈമാക്സ് കാണിക്കുന്ന സീനിൽ പുള്ളി ഒരു സാധനം കാണിച്ചിട്ട് ചിരിച്ചിരിക്കും. മോനെ കിണ്ണ സാധനം. ഇത് സീരിയൽ കില്ലർ അങ്ങനത്തെ ടൈപ്പ് സിനിമകൾ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ കണ്ടാൽ മതി. അല്ലാത്തവർക്ക് ഇത് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ആൻസൈറ്റി വരാനുള്ള ചാൻസ് ഉണ്ട്. ചില സമയത്ത് ഇത് പിടിക്കുമോ എന്നുള്ള സാധനം കൊണ്ടിരില്ലേ. ഒരു കിടനായിട്ട് സെറ്റ് വെച്ചിട്ടുണ്ട്. സെറ്റ് എങ്ങനെ രക്ഷപ്പെടുന്നു, പുള്ളി എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഒരു കൺസേർട്ടിൽ ഫുള്ള് പോലീസുകാരും കമാൻഡേഴ്സുമാണ്. ഇതിനിടയ്ക്കൂടെ പുള്ളി എന്തൊക്കെ കാണിച്ചിട്ടാണ് അവിടുന്ന് കൂളായിട്ട് ഇറങ്ങി പോകുന്നത്, രക്ഷപ്പെട്ട് പോകുന്നത് എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പുള്ളിയെ പിടിക്കുന്നതൊക്കെ വമ്പ സീനായിട്ടാണ് പുള്ളിയെ ട്രാപ്പ് ചെയ്യുന്നതൊക്കെ. പക്ഷേ അതിനൊക്കെ കൂളായിട്ട് രക്ഷപ്പെടുന്നു. ഒരു കിടുക്ക് സാധനം, ഒരു കിടിലൻ സിനിമയുടെ ട്രാപ്പ്. കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. കിടിലൻ സാധനമാണ്. ഇനി ഞാൻ ഭയങ്കരമായിട്ട് ഇൻറ്റൻസായിട്ട് ഇരുന്നിട്ട് പുള്ളി ഇങ്ങനെ രക്ഷപ്പെടുമോ എന്നിങ്ങനെ നമ്മളിങ്ങനെ ഇരുന്ന് ടെൻസ്ഡായിട്ടിരുന്ന് കാണില്ലേ, അങ്ങനെ കാണാൻ പറ്റുന്നൊരു സാധനമാണ് ട്രാപ്പ്. അപ്പം തിയേറ്ററിൽ റിലീസായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ OTT വന്നിട്ടുണ്ട് സിനിമ. ഞാൻ OTT-ലാണ് ഉള്ളത്. പക്ഷേ കിടുക്ക് സാധനമാണ്. അപ്പോൾ പോയി കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലാണ്. അതുവരെ ബൈ ഗൈസ്.